ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലെ യൂത്തിനോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ യൂത്തിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് ഇപ്രകാരമാണ്. എന്തിനാണ് കല്യാണം കഴിച്ചിട്ട്? പ്രത്യേകിച്ച് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആകെ കല്യാണം കഴിച്ചാൽ എന്താണ്? സെക്സ് കിട്ടും. അതിനപ്പുറത്തേക്ക് എന്താണ്? അതിനിപ്പോൾ ലിവിങ് ടുഗദർ ആയാലും മതിയല്ലോ. എന്തിനാണ് കല്യാണം കഴിച്ചിട്ട്? ഇപ്പോൾ ഭയങ്കര സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കല്യാണം കഴിച്ച് ആവശ്യമില്ലാത്ത ടെൻഷനും കാരണം കഴിച്ചെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ ഒരു സന്തോഷമായിട്ടുള്ള ഈ ഒരു സിംഗിൾ ലൈഫ്, ഇതുപോലെ തന്നെ ആരും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്ത, ഇങ്ങനത്തെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു ജീവിതം ഇതുപോലെ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് വിവാഹം കഴിഞ്ഞതിന് എനിക്ക് കൊച്ചുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആ കൊച്ചുങ്ങളെ പൊന്നുപോലെ നോക്കും. എൻ്റെ അപ്പനും അമ്മയും എന്നെ വഴക്കിടുന്ന പോലെ, എന്നെ തല്ലുന്നത് പോലെ ഞാൻ അവരെ ഒരിക്കലും ഒന്നും ചെയ്യില്ല. ഞാൻ അവരെ സ്നേഹിച്ച് കൊണ്ട് മാത്രമേ വളർത്തുള്ളൂ. യൂത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ ഇതൊക്കെയാണ്. പലപ്പോഴും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വിവാഹം കഴിക്കുന്നവരെ പലരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹത്തിൻ്റെ സമയത്ത് ഉള്ള ആ ഒരു തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇന്ന് യുവാക്കന്മാർ ഡിവോഴ്സിലേക്കാണ് പോകുന്നത്. സഭയിൽ ഒട്ടും സന്തോഷം നൽകാത്തൊരു കാര്യമാണ്. ഇതെല്ലാത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? കാരണമെന്ന് പറയുന്നത് കുടുംബത്തിൽ സന്തോഷമില്ല എന്നൊരു ചിന്ത എവിടെയോ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ 17-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഒരു തിരുനാൾ നമ്മൾ ആഘോഷിച്ച് തുടങ്ങിയത്. ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ദൈവമാതാവിൻ്റെ തിരുനാൾ ജാനുവരി 1-ന് മുമ്പുള്ള ഞായറാഴ്ചയായിരിക്കും ഈ സാധാരണ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ചയായിട്ട് നിൽക്കുന്നത്. അഥവാ കഴിഞ്ഞ വർഷം സംഭവിച്ചതുപോലെ 25-ാം തീയതിയും ജാനുവരി 1-ാം തീയതിയും രണ്ടും ഞായറാഴ്ചയാണെങ്കിൽ അതിന് മുമ്പ് വരുന്ന 30-ാം തീയതി അതൊരു വെള്ളിയാഴ്ചയായിരിക്കും. അന്നായിരിക്കും തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. ക്രിസ്മസിന് ശേഷമുള്ള ഈ ഒരു ഞായറാഴ്ച സഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടെ കുടുംബത്തിന് സന്തോഷമുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരാനുള്ള ഒരു അവസരമാണ്. ഞാൻ പെരുമ്പള്ളി തിരുക്കുടുംബ ഇടവകയിൽ സഹവികാരിയായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ രൂപം നോക്കും, അല്ലെങ്കിൽ പുൽക്കൂട്ടിൽ തിരുക്കുടുംബമൊക്കെ നോക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു കുടുംബത്തിനെ കാണാൻ സാധിക്കും. അവിടെ വിശുദ്ധ ഔസേപ്പ് പിതാവ് മാതാവൊക്കെ സന്തോഷത്തോട് പുഞ്ചിരിയോടുകൂടെ നിൽക്കുകയാണ്. പുൽക്കൂട്ടിലൂടെയൊക്കെ നോക്കുമ്പോഴൊക്കെ സന്തോഷമാണ്, എപ്പോഴും സന്തോഷമാണ്, സന്തോഷം നിറഞ്ഞൊരു ഓർമ്മയാണ്. എന്നും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇവർക്ക് ഇത്രയും സന്തോഷിച്ച് നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നുണ്ട്? കാരണം നമ്മളൊന്ന് ശരിക്കും കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും സന്തോഷിക്കാനുള്ള വക പോലും ഇല്ലാതെ നിൽക്കുന്ന രണ്ടാളുകളാണ് വിശുദ്ധ ഔസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയും, അപ്പനും അമ്മയും. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ബെത്ലഹേമാണ് തൻ്റെ സ്വന്തം നാട്. ആ നസറത്തിലേക്ക്, ഗലീലയിലെ നസറത്തിലാണ് ഔസേപ്പ് പിതാവ് ജീവിക്കുന്നതെങ്കിലും തനിക്ക് ബന്ധമുള്ള പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഈ നാട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. താനൊരു മരപ്പണിക്കാരനാണ്, അങ്ങനെയെങ്കിൽ പണി ബന്ധമായിട്ട് അല്ലെങ്കിൽ തൻ്റെ ജോലിയുമായിട്ട് ബന്ധമുള്ള പലരും ആ നാട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നിറവയറായിട്ട് എത്തിയിരിക്കുന്ന തൻ്റെ ഭാര്യയോടൊത്ത് താൻ ബെത്ലഹേമിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിലെ ഒരു ഇച്ചിരി സ്ഥലമോ അല്ലെങ്കിൽ ഒരു പണിശാല പോലും അവർക്ക് കിട്ടുന്നില്ല. കാശ് കൊടുത്ത് എവിടെയെങ്കിലും താമസിക്കാമെന്ന് വിചാരിച്ചാൽ സത്രം പോലും അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എത്രത്തോളം പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. കാരണം ഏറ്റവും അവസാനം കിട്ടിയത് എന്താണ്? ഒരു കാലിത്തൊഴുത്ത് മാത്രമാണ്. തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഒരു കാലിത്തൊഴുത്ത് മാത്രം. പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അപ്പനായിരിക്കണം അവിടെ. പക്ഷേ ആ അപ്പൻ പരാജയപ്പെട്ടോ അല്ലെങ്കിൽ ദുഃഖിച്ചോ അല്ല നിൽക്കുന്നത്, സന്തോഷത്തോടു കൂടിയാണ്, പുഞ്ചിരിച്ചുകൊണ്ടാണ്. അതെങ്ങനെ സാധിക്കും? പരിശുദ്ധ കന്യാമറിയം ഒരു 14-15 വയസ്സുള്ള സമയത്ത് മാലാഖ വന്ന് പറയുകയാണ്, ഒട്ടും മനസ്സിലാവാത്ത ഭാഷയിൽ ദൈവികമായ പല കാര്യങ്ങളും പറയുന്നതോടൊപ്പം നീ ഗർഭിണിയാവുമെന്ന് പറയുകയാണ്. മനസ്സിലാവുന്നില്ല, പക്ഷെ എന്നാൽ പോലും മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി. ഞാൻ പറയും, മറിയം പണി ചോദിച്ചു മേടിച്ചതാണ്. കാരണം മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇന്നാകട്ടെ, കർത്താവിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോ, ഞാൻ ഇതുപോലെ തന്നെ വന്നേക്കാമെന്ന് മാതാവ് പറയും. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് യാത്രയുടെ എല്ലാ ക്ലേശങ്ങളും അനുഭവിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിന് സംഭവിക്കുന്നത് എന്താണ്? തനിക്ക് പ്രസവിക്കാൻ വേണ്ടി ഒരു നല്ല സ്ഥലം പോലും കിട്ടുന്നില്ല. എപ്പോഴും കാലിത്തൊഴുത്തെന്ന് പറയുന്നത് നമ്മൾ പുൽക്കൂടിലൊക്കെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റാറുണ്ട്. കാലിത്തൊഴുത്ത് എത്രത്തോളമാണെങ്കിലും കന്നുകാലികൾ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും.
എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും അത് ക്ലീൻ ചെയ്താൽ പോലും അതിനകത്തുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചുരുക്കുണ്ട്, ഒരു മണമുണ്ട്, ഈ കന്നുകാലികൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ മണം. ഞാൻ പറയും, ആ അത്രത്തോളം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ കന്യാമറിയം തൻ്റെ പുത്രനെ പ്രസവിക്കുന്നത്. ഈവൻ പ്രസവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഈജിപ്തിലേക്ക്, വളരെയധികം ദൂരയിലേക്ക് പ്രയാണം ചെയ്യേണ്ട ഒരു അവസ്ഥ. ഞാൻ പറയും, ബുദ്ധിമുട്ടിയാണ്, സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അമ്മയായിരിക്കണം അവിടെ. പക്ഷേ കാണുമ്പോൾ എന്താണ്, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന, സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. ചോദ്യം ഇതാണ്, ഈ തിരുക്കുടുംബത്തിന് എങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കുന്നത്? അതിനുത്തരം ഒന്നാണ്, അവരുടെ കുടുംബത്തിൽ ക്രിസ്തുവുണ്ട്, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവുണ്ടെന്നുള്ള ബോധ്യം. എല്ലാ സങ്കടങ്ങളും, എല്ലാ പരാജയങ്ങളും, എല്ലാ നഷ്ടങ്ങളും മാറ്റി സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്ന ഒറ്റ കാരണം ക്രിസ്തു. നമ്മുടെ വീടുകളിലും ഇതുപോലെ തന്നെ പരാജയപ്പെട്ട് നിൽക്കുന്ന അപ്പന്മാരുണ്ടാവും, നഷ്ടമായി നിൽക്കുന്ന, സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത അമ്മമാരുണ്ടാവും, ഒന്നുമില്ലാത്ത മക്കളുണ്ടാവും. മനസ്സിലാക്കുക, അവിടെ ക്രിസ്തുവുണ്ടെങ്കിൽ എല്ലാം മാറി സന്തോഷമായിട്ട് മാറും. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളോട് ചോദ്യം ഇതാണ്, നമ്മൾ എപ്രകാരം തിരുക്കുടുംബത്തെ പോലെ ആകാൻ സാധിക്കും, തിരുക്കുടുംബത്തെ പോലെ സന്തോഷമുള്ളവരാകാൻ സാധിക്കും? ഇതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയെടുക്കണം. ഏറ്റവും ആദ്യത്തേത്, ഞായറാഴ്ച മാത്രം കുർബാനയ്ക്ക് പോയാൽ മതി, എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, അത്രത്തോളം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിലെ അമ്മയുടെയും പെൺമക്കളുടെയും അല്ലെങ്കിൽ മക്കളുടെയും കാര്യമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ചെയ്യുന്നൊരു മാത്രമാണ്, അല്ലെങ്കിൽ കൊച്ചു പ്രായമായിട്ടുള്ള ആൺപിള്ളേർ ചെയ്യുന്ന കാര്യം മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ ഒരു തെറ്റിദ്ധാരണ മാറണം. പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ നമ്മൾ ആ ബലി അർപ്പിക്കണം. കാരണം ഓരോ ദിവ്യബലിയിലും നമ്മൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കർത്താവിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചേക്ക് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം സന്തോഷത്തിൻ്റെ കാരണമായിട്ടത് മാറും. ഓരോ പ്രാവശ്യവും കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മളായിരിക്കുമ്പോൾ ആ ഒരു 2-3 പേര് ഒരുമിച്ച് വരുന്നിടത്ത് അവരുടെ മധ്യ കർത്താവുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവിനെ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. വലിയ പ്രാർത്ഥനക്കാരൊന്നും ആവേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാൽ പോലും കർത്താവ് ഉള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. രണ്ടാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് വിടും. ഞാൻ പറയും, തെറ്റാണ്. നിങ്ങളുടെ മക്കളെ പള്ളിയിലേക്ക് വിടുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ദൃഢമായുമ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുക്കാൻ സാധിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങൾ പോകില്ല. കാരണം എന്താണ്, അവരുടെ മാതാപിതാക്കൾ എവിടെയോ അവരെ നിർബന്ധിച്ചതോ അടിച്ചേൽപ്പിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാത്രം ചിലപ്പോഴൊക്കെ ഈ ഒരു കുർബാനയ്ക്ക് പോക്ക്, പള്ളിയിൽ പോക്ക് മാറും. ചെയ്യേണ്ടതെന്നാണ്, പള്ളിയിലേക്ക് കൊണ്ടുപോവുക. പള്ളിയിലേക്ക് വിടുകയല്ല, പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരുമിച്ച് ഒരു കുടുംബം എല്ലാ ദിവസവും ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന ഒരു ശീലം വളർത്തിക്കഴിഞ്ഞാൽ ആ മക്കൾ നാളെ അവരൊരു സ്വന്തം കുടുംബം ഉണ്ടാകുമ്പോഴും ഈ ശീലം തുടർന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്, എൻ്റെ കുടുംബം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു കാര്യമല്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവും. മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാ ഞായറാഴ്ചയും കാറ്റഗിസത്തിൽ വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റഗിസത്തിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസം അങ്ങനെ നൽകപ്പെടും. ഞാൻ പറയും, അതൊരു തെറ്റാണ്. ഒരാഴ്ചയിൽ 1.5 മണിക്കൂറത്തോളം വരുന്ന ആ കാറ്റഗിസം കൊണ്ട് നമ്മുടെ കൊച്ചുങ്ങൾക്ക് വിശ്വാസം കിട്ടണമെന്നില്ല. നമ്മുടെ കൊച്ചുങ്ങൾക്ക് വിശ്വാസം കിട്ടണമെങ്കിൽ അതിന് നമ്മൾ പരിശീലിപ്പിക്കണം. കുരിശ് വരയ്ക്കാൻ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ പറയുമേ ഒരു ജപമാല ചെല്ലാൻ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ കാറ്റഗിസത്തിൽ വിടുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ലഭിക്കുമെന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ വിശ്വാസത്തിലുള്ള കാര്യങ്ങൾ, ബോധ്യങ്ങളൊക്കെ ക്ലാരിറ്റി വരുത്തുന്നതാണ് കാറ്റഗിസം. പക്ഷേ വിശ്വാസം നൽകപ്പെടേണ്ടത് നമ്മളുടെ കുടുംബത്തിലാണ്. ചെറുതായിട്ട് പ്രാർത്ഥനകൾ പഠിപ്പിച്ച് വിശ്വാസത്തിലേക്ക് അടുപ്പിക്കേണ്ടതൊക്കെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഉത്തരവാദിത്തം, അപ്പൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മക്കൾക്ക് ഒരു അല്ലലുമില്ലാതെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അവരുടെ സ്വപ്നങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കൊടുക്കുക. അതാണ് എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ കടമ. അമ്മയുടെ കാര്യം എന്ന് പറയുന്നത് കുടുംബം നന്നായിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ കുടുംബത്തിൽ ആവശ്യമായ കുറേ കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം.
ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉദ്ദേശം അതല്ല. കർത്താവ് ഒരു കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും പരസ്പരം സ്നേഹമുള്ളവരായിട്ട് മാറുക, സമയം കണ്ടെത്തുക, കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരുമിച്ച് വന്നിരുന്ന് സംസാരിക്കുന്ന നിമിഷങ്ങൾ വേണം, ഒരുമിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിമിഷങ്ങൾ വേണം. ഒരു ഫോണിലോ ഒരു ടി വിയിലോ ഒരു കോമഡി കാണുന്ന അതേ സന്തോഷം നമ്മളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടണം. അത് നമ്മൾ പരിശീലിക്കണം. നമ്മളുടെ ഉദ്ദേശങ്ങൾ നമ്മളുടെ ജോലിയോ നമ്മളുടെ വീട്ടിലെ പണികളോ അല്ല, മറിച്ച് നമ്മളുടെ കുടുംബമായിരിക്കണം പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മക്കൾ സ്പോഞ്ച് പോലെയാണ്. അവർ വളരെ കൃത്യമായിട്ട്, പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ നമ്മളെ നോക്കണ പോലുമില്ല, നമ്മളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല, നമ്മളോടൊരു സ്നേഹം പോലുമില്ല, അവർക്കിപ്പോൾ നാട്ടിലെ കാര്യങ്ങളാണ്. ഇല്ല, അവരേറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതവർ പിന്നീട് അവർ പോലും അറിയാതെ പിന്നീട് അവർ ചെയ്തു മാറും. നിങ്ങളിന്ന് അവർക്ക് വേണ്ടി എത്രത്തോളം സമയം ചിലവഴിക്കുന്നു അത്രത്തോളം അവർ പിന്നീട് നിങ്ങൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അവർ ചിലവഴിക്കും. നിങ്ങൾ എത്രത്തോളം ഒരു സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒരു ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ മാതൃക അവരും പിന്നീട് ജീവിതത്തിലെ ബുദ്ധിമുട്ടോ പ്രയാസമോ വരുന്ന നിമിഷങ്ങൾ ആ മാതൃക സ്വീകരിക്കും. നിങ്ങളൊരു ഗ്ലാസ് മദ്യമാണ് കയ്യിലേക്ക് എടുക്കുന്നതെങ്കിൽ നാളെ അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ നാളെയും ഈ സങ്കടത്തിൽ നിന്ന് മാറാൻ അവരും സ്വീകരിക്കുന്ന വഴി അതായിരിക്കും. മനസ്സിലാക്കുക, മക്കൾ സ്പോഞ്ച് പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആ ജീവിത മാതൃക അവരുടെ ജീവിതത്തിലേക്ക് അവർ മുഴുവനായിട്ടും സ്വായത്തപ്പെടുക ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുക്കുടുംബം എങ്ങനെയായിരുന്നു? സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആയിരിക്കും, പക്ഷേ എന്നാൽ പോലും സന്തോഷിച്ചുകൊണ്ട് നൽകുന്നു. കാരണം ക്രിസ്തുവുണ്ടെന്നുള്ള ബോധ്യം. ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്താതിരിക്കുക. ക്രിസ്തുവുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ, തിരുക്കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.